ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു SSC CGL GK സീരീസ് പാർട്ട് 2. ഇന്ന് നമ്മൾ 2024 സെപ്റ്റംബർ 9 നടന്നിട്ടുള്ള സെക്കൻഡ് ഷിഫ്റ്റിലെ GK ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ ദ ഇയർ 1952, who among the following lent his voice for the film Amar Bhupali, which was being produced in 2 languages simultaneously and he sang in both Bengali and Marathi? അതായത് 1952 പുറത്തിറങ്ങിയ അമർ ഭൂപലി എന്ന ചിത്രത്തിൽ 2 ഭാഷകളിലായി ഒരേ സമയം നിർമ്മിക്കപ്പെട്ടപ്പോൾ ബംഗാളിയിലും മറാഠിയിലും ഗാനം ആലപിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ വരുന്നത് മന്നാ ഡേ ആണ്. മന്നാ ഡേ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റേജ് നെയിമാണ്. ശരിക്കുള്ള പേര് പ്രബോധ് ചന്ദ്ര ഡേ. അദ്ദേഹം വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലാണ് ജനിച്ചിട്ടുള്ളത്. ഒരു ബംഗാളി സിംഗറാണ്. 14 ഇന്ത്യൻ ലാംഗ്വേജസിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 1971 പത്മശ്രീയും 2005 പത്മഭൂഷണും 2007 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും കിട്ടിയിട്ടുണ്ട്. ഈ മന്നാ ഡേ മലയാളത്തിലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ്. അത് ഏതാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇനോഗ്രൽ മാച്ച് ഓഫ് വുമൺ പ്രീമിയർ ലീഗ് 2023 ക്രിക്കറ്റ് വാസ് പ്ലേഡ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വെന്യൂ? അതായത് 2023 വുമൺ പ്രീമിയർ ലീഗിൻ്റെ ഇനോഗ്രൽ മാച്ച് എവിടെ വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത്? ആൻസർ വരുന്നത് മുംബൈ ആണ്. ഈ വുമൺ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ഒരു 2024 മാച്ചിലുള്ള ക്രിക്കറ്റ് മാച്ചാണ്. ഇതിൻ്റെ ഫസ്റ്റ് എഡീഷൻ ആണ് 2023 നടന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡീഷൻ 2025 നടന്നു. 2023 വിന്നേഴ്സ് മുംബൈ ഇന്ത്യൻസ് ആണ്. ദെൻ 2024 വിന്നേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആൻഡ് 2025 വിന്നേഴ്സ് വീണ്ടും മുംബൈ ഇന്ത്യൻസ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ IUPAC നെയിം ഓഫ് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ? ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോളിൻ്റെ IUPAC നെയിം എന്താണ്? ആൻസർ വരുന്നത് 2-മീഥൈൽ പ്രൊപ്പൻ 2-ഓൾ ആണ്. നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്നാണ്. ഇതിൽ ബ്യൂട്ടൈലിന് തന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം 4 കാർബൺ ആറ്റം ഉണ്ട്. അതുപോലെ ടെർഷ്യറി കാർബൺ ആണ്. ടെർഷ്യറി കാർബൺ എന്ന് പറഞ്ഞാൽ എ കാർബൺ ഈസ് ബോണ്ടഡ് ടു 3 അതർ കാർബൺ ആറ്റം. അപ്പം ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോൾ എന്ന് പറയുന്ന സമയത്ത് OH ഗ്രൂപ്പ്, ആൽക്കഹോളിൻ്റെ OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ടെർഷ്യറി കാർബണിനെയാണ്. അതായത് ആ കാർബൺ മറ്റു 3 കാർബൺ ഗ്രൂപ്പുകൾ, അതായത് മീഥൈൽ ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഈ സ്ട്രക്ചർ മനസ്സിലാക്കിയെടുക്കുക. ഈ സ്ട്രക്ചർ കിട്ടിയാൽ പിന്നെ എളുപ്പമാണ്. ഇതിലെ മെയിൻ ചെയിൻ, അതായത് കാർബൺ മാത്രം വരുന്ന മെയിൻ ചെയിൻ കണ്ടുപിടിക്കുക. അതിൽ എത്ര എണ്ണുണ്ട്? 3 എണ്ണാണ്. സോ പ്രൊപ്പൻ വരും. ദെൻ മീഥൈൽ ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുള്ളത് സെക്കൻഡ് കാർബണിലാണ്. അതുപോലെ തന്നെ OH ഗ്രൂപ്പ് കണക്ട് ചെയ്തിട്ടുള്ളതും സെക്കൻഡ് കാർബണിൽ തന്നെയാണ്. സോ എന്ത് വരും? 2-മീഥൈൽ പ്രൊപ്പൻ 2-ഓൾ എന്ന് വരും. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഗവൺമെന്റ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ക്രിയേറ്റഡ് എ ഡ്രാഫ്റ്റ് പോളിസി ഇൻ 2022 ഫോർ സീനിയർ സിറ്റിസൺസ് ഓൺ ദ ബേസിസ് ഓഫ് ആർട്ടിക്കിൾ 41 വിച്ച് എയിംസ് ടു ഫോം എ ഡയറക്ടറേറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺ? അതായത് ഏത് സ്റ്റേറ്റ് ആണ് 2022 ആർട്ടിക്കിൾ 41 അനുസരിച്ചിട്ടുള്ള സീനിയർ സിറ്റിസൺസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഒരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കുന്നത് ലക്ഷ്യമാക്കി ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്? ആൻസർ വരുന്നത് തമിഴ്നാടാണ്. ഈ ആർട്ടിക്കിൾ 41 എന്ന് പറയുന്നത് ഡയറക്ട് ദ സ്റ്റേറ്റ് ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക്, എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ് സച്ച് ആസ് അൺഎംപ്ലോയ്മെൻറ്റ്, ഓൾഡ് ഏജ്, സിക്നെസ് ആൻഡ് ഡിസേബിൾമെൻറ്റ്. അതായത് ഈ തൊഴിലില്ലായ്മ, രോഗം, വാർദ്ധക്യം, വൈകല്യം അങ്ങനെയുള്ള സമയത്ത് അവർക്ക് ജോലി ചെയ്യാനും വിദ്യാഭ്യാസം നേടാനും അതുപോലെ പബ്ലിക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനൊക്കെയുള്ള നിർദ്ദേശം സ്റ്റേറ്റിന് കൊടുക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 41. ഈ ആർട്ടിക്കിൾ 41 വരുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളാണ്. അതുപോലെ ഇത് സോഷ്യലിസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻസിപ്പിളാണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഈസ് ഗോവിന്ദ്ജി നർത്തനാലയ ലൊക്കേറ്റഡ്? ഗോവിന്ദ്ജി നർത്തനാലയ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ വരുന്നത് മണിപ്പൂരിലാണ്. ഈ ഗോവിന്ദ്ജി നർത്തനാലയ കൊണ്ടുവരുന്നത് ബിപിൻ സിംഗ് ആണ്. ഇദ്ദേഹത്തെയാണ് ഫാദർ ഓഫ് മണിപ്പൂരി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ഗോവിന്ദ്ജി നർത്തനാലയ വുമൻസിന് വേണ്ടിയിട്ട് ഇംഫാലിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ 1972 മണിപ്പൂരി നർത്തനാലയ ഡാൻസ് സ്കൂള് കൽക്കട്ടയിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ 1966 സംഗീത് നാടക അക്കാദമി അവാർഡും കാളിദാസ സമ്മാനും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കണ്ടീഷൻ ഓൾസോ നോൺ ആസ് ഇക്ടറസ് കോസസ് എ യെല്ലോയിങ് ഓഫ് യുവർ സ്കിൻ ആൻഡ് വൈറ്റ്സ് ഓഫ് യുവർ ഐസ്? അതായത് ഏത് കണ്ടീഷനെയാണ് ഇക്ടറസ് എന്നറിയപ്പെടുന്നത്? സ്കിന്നും ഐയിലുള്ള വൈറ്റ് കളറൊക്കെ യെല്ലോ കളറിലേക്ക് മാറുന്ന അസുഖം ഏതാണ്? ആൻസർ വരുന്നത് ജോണ്ടിസ് ആണ്, മഞ്ഞപ്പിത്തം. ഈ ജോണ്ടിസ് എന്ന് പറയുന്ന വേറൊരു പേരാണ് ഹൈപ്പർ ബിലിറുബിനിമിയ.
ജോണ്ടീസിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡ്യൂ ടു ദി എലവേറ്റഡ് ലെവൽ ഓഫ് ബിലിറുബിൻ ഇൻ ദ ബ്ലഡിൽ ബിലിറുബിൻ്റെ അളവ് കൂടുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്, ജോണ്ടീസ് ഉണ്ടാവുന്നത്. ഇനി 7th ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് ദ ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ് സാലറീസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സർവീസസ് അമെൻമെൻറ്റ് ബിൽ 2021 ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ലോക്സഭ? അതായത് എന്നാണ് ലോകസഭയിൽ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ജഡ്ജസിൻ്റെ അമെൻമെൻറ്റ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്? ആൻസർ വരുന്നത് November 30, 2021 ആണ്. ഇനി 8th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ഡിമാൻഡ് ഫോർ മണി? ഇൻട്രസ്റ്റ് റേറ്റും ഡിമാൻഡ് ഫോർ മണിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ആൻസർ വരുന്നത് ഇൻവേഴ്സ് റിലേഷനാണ്. അതായത് ഇപ്പോൾ ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോറോ ചെയ്യുന്നത്, അതായത് കടം വാങ്ങിക്കുന്നതും സ്പെൻഡ് ചെയ്യുന്നതും കൂടും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിമാൻഡ് ഓഫ് മണിയും എന്താവും, ഇൻക്രീസ് ആവും. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് ഓഫ് മണി എന്താവും, കുറയാണ് ചെയ്യുന്നത്. ഇനി 9th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ 2021 ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ് ഡിഡ് ദ പ്രൈം മിനിസ്റ്റർ ലേ ദ ഫൗണ്ടേഷൻ സ്റ്റോൺ ഫോർ ദ രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി? അതായത് 2021 പ്രൈം മിനിസ്റ്റർ ഫൗണ്ടേഷൻ സ്റ്റോൺ ഇട്ടിട്ടുള്ള രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ഏത് സ്റ്റേറ്റിലാണ് വരുന്നത്? ആൻസർ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഈ രാജ മഹേന്ദ്ര പ്രതാപ് സിംഗ് എന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഫൈറ്ററാണ്. അദ്ദേഹം 1915 ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വെച്ചിട്ട് ഫസ്റ്റ് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1914 സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ടൈമിൽ ജപ്പാനിൽ വെച്ചിട്ട് ഒരു എക്സിക്യൂട്ടീവ് ബോർഡ് ഓഫ് ഇന്ത്യയും ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ 1957 മധുരയിലെ MP ആയിട്ടും അദ്ദേഹം സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 10th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മ്യൂസിക് കമ്പോസർ ഡിയോ വാസ് ഹോണേർഡ് വിത്ത് ദ നാഷണൽ ലതാ മങ്കേഷ്കർ അവാർഡ് ഫോർ ദ ഇയർ 2020? 2020 നാഷണൽ ലതാ മങ്കേഷ്കർ അവാർഡ് ഏത് മ്യൂസിക് കമ്പോസർ ഡിയോനാണ് കിട്ടിയിട്ടുള്ളത്? ആൻസർ വരുന്നത് ആനന്ദ് മിലിന്ദ് ഡിയോക്കാണ് ലതാ മങ്കേഷ്കർ അവാർഡ് 2020 കിട്ടിയിട്ടുള്ളത്. ഇനി 11th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് രുദ്രദമൻ ഹാപ്പൻഡ് ടു ബി ദ ഫസ്റ്റ് റോയൽ ഇൻസ്ക്രിപ്ഷൻ ഓഫ് ഏർലി ഇന്ത്യ കമ്പോസ്ഡ് ഇൻ ചാസ്റ്റ് സാൻസ്ക്രിറ്റ്? സാൻസ്ക്രിറ്റിൽ കമ്പോസ് ചെയ്തിട്ടുള്ള രുദ്രദമൻ്റെ ഫസ്റ്റ് റോയൽ ഇൻസ്ക്രിപ്ഷൻ ഇതിൽ ഏതാണ്? ആൻസർ വരുന്നത് ഗിർണറാണ്. ഈ രുദ്രദമൻ 1 എന്ന് പറയുന്നത് ഒരു ശക റൂളറാണ് ഫ്രം വെസ്റ്റേൺ ക്ഷത്രപ ഡൈനസ്റ്റി. അതുപോലെ ഗിർണർ എന്ന് പറയുന്നത് ഒരു മൗണ്ടെയിൻ റേഞ്ചാണ്. ജുനാഗർ ഡിസ്ട്രിക്റ്റിലെ ഒരു മൗണ്ടെയിൻ റേഞ്ചാണ് ഗിർണർ. ഈ ജുനാഗർ റോക്ക് ഇൻസ്ക്രിപ്ഷനിൽ അശോകയുടേതും രുദ്രദമൻ 1ൻ്റെയും സ്കന്ദഗുപ്തൻ്റെയും ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. 12th ക്വസ്റ്റ്യൻ നോക്കാം. അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ് റെവല്യൂഷണറീസ് വാസ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് കണ്ടക്റ്റഡ്? ഏത് ലീഡറിൻ്റെ നേതൃത്വത്തിലാണ് ചിറ്റഗോങ് ആർമറി റെയ്ഡ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് സൂര്യസെൻ ആണ്. 1930 ഏപ്രിൽ 18 ചിറ്റഗോങ് ആർമറി റെയ്ഡ് നടക്കുന്നത്. ഇനി 13th ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ഈസ് കുണ്ട് ഓർ തങ്ക യൂസ്ഡ് ഫോർ വാട്ടർ ഹാർവെസ്റ്റിംഗ്? വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കുണ്ട് ഓർ തങ്ക യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? ആൻസർ വരുന്നത് രാജസ്ഥാനാണ്. ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുള്ള പിക്ചറിലുള്ളതാണ് രാജസ്ഥാനിലുള്ള വാട്ടർ ഹാർവെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന തങ്ക ഓർ കുണ്ട്. ഇനി 14th ക്വസ്റ്റ്യൻ. അറ്റ് വിച്ച് ഒളിമ്പിക്സ് ഡിഡ് ഗഗൻ നാരംഗ് വിൻ എ ബ്രോൺസ് മെഡൽ? ഏത് ഒളിമ്പിക്സിലാണ് ഗഗൻ നാരംഗ് ബ്രോൺസ് മെഡൽ വിൻ ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് 2012 ലണ്ടൻ ഒളിമ്പിക്സിലാണ്. ഗഗൻ നാരംഗ് ബ്രോൺസ് മെഡൽ വാങ്ങിയിട്ടുള്ളത് മെൻസ് 10 മീറ്റർ എയർ റൈഫിൾ ഇവൻറ്റിലാണ്. ഇദ്ദേഹത്തിന് 2011 രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡും 2010 പത്മശ്രീ അവാർഡും കിട്ടിയിട്ടുണ്ട്. ആർക്ക്? ഗഗൻ നാരംഗിന്. ഇനി 15th ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നാച്ചർ? നാച്ചറിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് ഇതിലേതാണ്? ആൻസർ വരുന്നത് എക്കോസിസ്റ്റമാണ്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഓർഗാനിസും അവരുടെ ഫിസിക്കൽ എൻവയോൺമെൻറ്റും തമ്മിലുള്ള ഇൻട്രാക്ഷനാണ്. അതിന് എക്സാമ്പിളാണ് ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ലേക്ക്, നമ്മുടെ ഹ്യൂമൻ ബോഡി അടക്കം ഒരു എക്കോസിസ്റ്റമാണ്. ഇനി 16th ക്വസ്റ്റ്യൻ. അറ്റ് വാട്ട് ലാറ്റിറ്റ്യൂഡ് ഡസ് ദ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീംസ് ബ്ലോ ഓവർ പെനിൻസുലാർ ഇന്ത്യ ഡ്യൂറിംഗ് ദ സമ്മർ മന്ത്? അതായത് ഏത് ലാറ്റിറ്റ്യൂഡിലൂടെയാണ് ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീം പെനിൻസുലാറിൻ്റെ മേലെ കൂടെ വീശുന്നത്? ആൻസർ വരുന്നത് 40 ഡിഗ്രി നോർത്ത് ലാറ്റിറ്റ്യൂഡാണ്. ഈ ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് ഫാസ്റ്റ് മൂവിങ് വിൻഡാണ് ഇൻ ദ അപ്പർ അറ്റ്മോസ്ഫിയർ. 8 മുതൽ 15 കിലോമീറ്റർ വരെ ഹൈറ്റുള്ള അപ്പർ അറ്റ്മോസ്ഫിയറിൽ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന വിൻഡുകളാണ് എന്ത്? ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ 2 ടൈപ്പാണുള്ളത്. സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീമും ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് സ്ട്രീമും.
ഈ സബ് ട്രോപ്പിക്കൽ വെസ്റ്റേർലി ജെറ്റ് സ്ട്രീം വിന്ററിലാണ് വീശുന്നത്. 25° നോർത്തിന്റെയും 35° നോർത്ത് ലാറ്റിറ്റ്യൂഡിന്റെയും ഇടയിലായിട്ട്. ഈ വെസ്റ്റേർലീസ് ആണ് വെസ്റ്റേൺ ഡിസ്റ്റർബൻസസിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നോർത്ത് ഇന്ത്യയിൽ മഴ കിട്ടാൻ കാരണമാവുന്നത്. അതുപോലെ പെനിൻസുലാർ ഇന്ത്യയിൽ മഴ കിട്ടാൻ കാരണമാവുന്നത് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് ആണ്. ഇത് ഫ്ലോ ചെയ്യുന്നത് ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷനിലാണ്. അതുപോലെ ലൊക്കേറ്റ് ചെയ്യുന്നത് 40° നോർത്ത് ലാറ്റിറ്റ്യൂഡിലും. ഇത് കാണുന്നത് ജൂൺ ടു സെപ്റ്റംബർ മന്തിലാണ്. അതുപോലെ ഈ ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻറ്റൻസ് ഹീറ്റിംഗ് ഓഫ് ടിബറ്റൻ പ്ലാറ്റ്യൂ ഡ്യൂറിങ് സമ്മറിൽ ടിബറ്റൻ പ്ലാറ്റ്യൂ ഇൻറ്റൻസ് ആയിട്ട് ഹീറ്റ് ചെയ്യും. അത് കാരണം ഉണ്ടാവുന്ന പ്രഷർ വേരിയേഷനിലൂടെയാണ് ട്രോപ്പിക്കൽ ഈസ്റ്റേർലി ജെറ്റ് ഉണ്ടാവുന്നത്. ഇനി 17th ക്വസ്റ്റ്യൻ നോക്കാം. അക്കോർഡിംഗ് ടു സെൻസസ് ഓഫ് ഇന്ത്യ 2011 ഇൻ റൂറൽ ഇന്ത്യ വിച്ച് സ്റ്റേറ്റ് ഹാസ് ദ മാക്സിമം ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ്? 2011 സെൻസസ് പ്രകാരം ഏത് സ്റ്റേറ്റിലാണ് മാക്സിമം ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് ഉള്ളത്? ആൻസർ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ടോട്ടൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിൽ 39.8% ആണ് ഓൾ ഇന്ത്യ ലെവലിൽ. അതിൽ മെയില് 53.3%, ഫീമെയിലിൽ 25.5% ആണ് വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. അതിൽ ഹയസ്റ്റ് റൂറൽ ഫീമെയിൽ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് കൂടുതലായിട്ടുള്ള സ്റ്റേറ്റ് ആണ് ഹിമാചൽ പ്രദേശ്, 47.4% ആണ്. അതുപോലെ ഈ സെൻസസ് പ്രകാരം റൂറൽ ഏരിയയിലാണ് ഹൈ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഉള്ളത് അർബൻ ഏരിയനേക്കാളും. റൂറൽ ഏരിയയിലാണ് കൂടുതൽ ഫീമെയിൽ പാർട്ടിസിപ്പേഷൻ ഉള്ളത്, 30.02%. ഇനി 18th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എക്സ്പ്ലെയിൻസ് ദാറ്റ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് എവറി സ്റ്റേറ്റ് ഷാൽ ബി സോ എക്സൈസ്ഡ് ആസ് not to impede or prejudice the exercise of executive power of union, and the executive power of union shall extend to the giving of such direction to a state as may appear to the government of India to be necessary for that purpose. അതായത് ഏത് ആർട്ടിക്കിളാണ് സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് പവർ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് പവറിനെ ദോഷം ചെയ്യാത്ത രീതിയിൽ ഉപയോഗിക്കണമെന്നും സ്റ്റേറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ യൂണിയന് അതായത് സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്നും പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ വരുന്നത് ആർട്ടിക്കിൾ 257 ആണ്. ഇനി ഓപ്ഷൻസിൽ തന്നിട്ടുള്ള ആർട്ടിക്കിൾസ് നോക്കാം. ആർട്ടിക്കിൾ 247 പറയുന്നത് പവർ ഓഫ് പാർലമെൻറ്റ് ടു പ്രൊവൈഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സെർട്ടൈൻ അഡീഷണൽ കോർട്ട്. അതായത് പാർലമെൻറ്റിന് വേണമെങ്കിൽ കൂടുതൽ കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 247. ഇനി ആർട്ടിക്കിൾ 257 എന്താ? കൺട്രോൾ ഓഫ് യൂണിയൻ ഓവർ സ്റ്റേറ്റ് ഇൻ സർട്ടൻ കേസസ്. ചില സന്ദർഭങ്ങളിൽ സ്റ്റേറ്റിൻ്റെ മേലെയുള്ള യൂണിയൻ്റെ കൺട്രോൾ വ്യക്തമാക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 257. ഇതിന് ആർട്ടിക്കിൾ 261 പറയുന്നത് പബ്ലിക് ആക്ട്, റെക്കോർഡ്, കോർട്ട് ജഡ്ജ്മെൻറ്റ് ഓഫ് എനി സ്റ്റേറ്റ് ആർ വാലിഡ് ആൻഡ് അക്സെപ്റ്റഡ് ത്രൂ ഔട്ട് ഇന്ത്യ. പബ്ലിക് ആക്റ്റും റെക്കോർഡ്സും ഏതെങ്കിലും സ്റ്റേറ്റിലുള്ള ജഡ്ജ്മെൻറ്റ്സ് എല്ലാതും ഇന്ത്യയിലൊട്ടാകെ അക്സെപ്റ്റഡ് ആണ് എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 261. ഇനി ആർട്ടിക്കിൾ 123 പവർ ഓഫ് പ്രസിഡന്റ് ടു പ്രൊമുൾഗേറ്റ് ഓർഡിനൻസ് ഡ്യൂറിങ് റിസസ് ഓഫ് പാർലമെന്റ്. പാർലമെന്റ് ഇല്ലാത്ത സമയത്ത് പ്രസിഡന്റിന് വേണമെങ്കിൽ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 123. ഇനി 19th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ് അബൌട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിനെ കുറിച്ച് തെറ്റായിട്ട് പറയുന്നത്? ആൻസർ വരുന്നത് ദേ ആർ ജസ്റ്റിഷ്യബിൾ ഇൻ നാച്ചർ. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞാൽ ഇത് നിഷേധിക്കപ്പെട്ടാൽ നമുക്ക് കോർട്ടിൽ പോകാൻ പറ്റില്ല. കാരണം ഇതിലുള്ളത് റൈറ്റ് അല്ല, ഇതൊരു ഗൈഡൻസ് ആണ്, നല്ല ഗവേണൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ്, നിർദ്ദേശക തത്വങ്ങളാണ്. അതുകൊണ്ട് ഇത് നിഷേധിക്കപ്പെട്ടാൽ കോടതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല. ഇനി 20th ക്വസ്റ്റ്യൻ നോക്കാം. The first southern campaign of Alauddin Khilji in 1307 AD was led to which of the following region? അലാവുദ്ദീൻ ഖിൽജിയുടെ ഫസ്റ്റ് സദേൺ ക്യാമ്പയിൻ ഇതിൽ ഏത് റീജിയനിലാണ്? ആൻസർ വരുന്നത് ദേവഗിരിയാണ്. അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടം വരുന്നത് 1296 to 1360 വരെയാണ്. ഈ അലാവുദ്ദീൻ ഖിൽജി സൗത്ത് ഭാഗത്തേക്ക് അതായത് ഡെക്കാൻ ഭാഗത്തേക്കൊക്കെ വന്നിട്ട് ഒരുപാട് സ്ഥലങ്ങൾ കോൺകർ ചെയ്തിട്ടുണ്ട്. അലാവുദ്ദീൻ്റെ ഡെക്കാൻ ഭാഗത്തിലേക്ക് വന്ന ആർമിയുടെ ഹെഡായിരുന്നു ആര്? മാലിക് കഫൂർ. ഈ മാലിക് കഫൂറിനെ അലാവുദ്ദീൻ ഖിൽജി ഗുജറാത്തിലുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് 1000 ദിനാറ് കൊടുത്തിട്ട് വാങ്ങിയതാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് 1000 ദിനാറി എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ മാലിക് കഫൂറിൻ്റെ നേതൃത്വത്തിൽ ഡെക്കാനിൽ ഫസ്റ്റ് ഡിഫീറ്റ് ചെയ്യുന്നത് രാംചന്ദ്ര, യാദവ റൂളറായിട്ടുള്ള രാമചന്ദ്രനെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത്. അതെവിടെയാണ്? ദേവഗിരിയിലാണ്, 1308.
അത് കഴിഞ്ഞ് 3010 പ്രതാപരുദ്രദേവനെ കാകതീയ റൂളറായിട്ടുള്ള പ്രതാപരുദ്രദേവനെയും ഡിഫീറ്റ് ചെയ്യുന്നു. ദെൻ 3011 വീർ ബല്ലാൽ തേർഡിനെ ഹൊയ്സല റൂളർ ഓഫ് ദ്വാരസമുദ്രയിലെ വീർ ബല്ലാൽ തേർഡിനെയും ഡിഫീറ്റ് ചെയ്തു. ദെൻ പാണ്ഡ്യ റൂളർ ഓഫ് മധുരയിലെ വീരപാണ്ഡ്യനെയും 3011 ഡിഫീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 4 പ്ലേസാണ് ഡെക്കാനിൽ അദ്ദേഹം കോൺകർ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസസ്. ഇത് കൂടാതെ അലാവുദ്ദീൻ കോൺകർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് 1298 ഗുജറാത്ത്, 1301 രത്തംപൂർ, 1303 മേവാറിൻ്റെ ക്യാപിറ്റലാണ് ചിറ്റൂർ, ദെൻ 1305 മാൾവ ആൻഡ് 1311 ജാലോറും ആര് കോൺകർ ചെയ്തിട്ടുണ്ട്? അലാവുദ്ദീൻ ഖിൽജി കോൺകർ ചെയ്തിട്ടുണ്ട്. ഇനി 21st ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ ഡസ് ദ ഹോട്ട് വിൻഡ് ലൂ ബ്ലോ? ഇന്ത്യയിലെ ഏത് പാർട്ടിലാണ് ലൂ വീശുന്നത്? ആൻസർ വരുന്നത് നോർത്ത് ആൻഡ് നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ. ലൂ എന്ന് പറയുന്നത് ഒരു ഹോട്ട് ആൻഡ് ഡ്രൈ വിൻഡാണ് ദാറ്റ് ബ്ലോസ് ഡ്യൂറിങ് സമ്മർ മന്ത്. മെയ് മുതൽ ജൂൺ വരെയുള്ള സമ്മർ മന്തിൽ വീശുന്ന കാറ്റാണ് ഇത് ലൂ ഇൻ നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ഇനി 22nd ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി ഡിഫൈൻ ഗ്രീൻ റവല്യൂഷൻ? ഗ്രീൻ റവല്യൂഷൻ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ആൻസർ വരുന്നത് ഇറ്റ് ഈസ് എ ന്യൂ സ്ട്രാറ്റജി ഇൻ അഗ്രികൾച്ചർ ടു പ്രൊഡ്യൂസ് ഫ്രൂട്ട് ഗ്രെയിൻസ് എസ്പെഷ്യലി വീറ്റ് ആൻഡ് റൈസ്. ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ന്യൂ സ്ട്രാറ്റജി ആയിരുന്നു. എന്തിൽ? അഗ്രികൾച്ചറിൽ, എസ്പെഷ്യലി വീറ്റ് ആൻഡ് റൈസ്. ഇനി ഗ്രീൻ റവല്യൂഷനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 1960s എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻ ഇന്ത്യ. ഇറ്റ് ഇൻട്രൊഡ്യൂസസ് ഹൈ yielding വെറൈറ്റി സീഡ്സ് മെയിൻലി ഫോർ വീറ്റ് ആൻഡ് റൈസ്, പ്രൊമോട്ടഡ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസർ, പെസ്റ്റിസൈഡ്സ് ആൻഡ് മോഡേൺ ഇറിഗേഷൻ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ യൂസ് പ്രൊമോട്ട് ചെയ്തു. യൂസ് ഓഫ് ട്രാക്ടേഴ്സ്, ഹാർവെസ്റ്റേഴ്സ് ആൻഡ് അതർ ഫാം മെഷീനറി ഇൻക്രീസസ്. മെഷീനറീസും ട്രാക്ടേഴ്സിൻ്റെ ഒക്കെ യൂസ് ഇൻക്രീസ് ചെയ്തു. അതുപോലെ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥനെയാണ്. MS സ്വാമിനാഥനാണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ. ഇത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ആണ് പഞ്ചാബ്, ഹരിയാന ആൻഡ് വെസ്റ്റേൺ ഉത്തർപ്രദേശ്. ഇനി 23rd ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെലിബ്രേഷൻ ഈസ് ഡെഡിക്കേറ്റഡ് ടു സൺ ഗോഡ് ആൻഡ് ഹിസ് വൈഫ് ഉഷ ടു താങ്ക് ദം ഫോർ സസ്റ്റെയിനിങ് ലൈഫ് ഓൺ എർത്ത് ആൻഡ് ഫോർ ഗ്രാൻഡിങ് വിഷസ്? ഇതിൽ ഏത് ഫെസ്റ്റിവലാണ് സൺ ഗോഡിനെയും വൈഫ് ഉഷയ്ക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ആൻസർ വരുന്നത് ഛത്ത് പൂജയാണ്. ഛത്ത് പൂജ മെയിനായിട്ട് കാണുന്നത് ബീഹാറിലും UP-യിലുമാണ്. ഇനി ഓപ്ഷൻസിൽ തന്നിട്ടുള്ള മഡായി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഗോണ്ട് ആൻഡ് ബൈഗ ട്രൈബൽ ഫെസ്റ്റിവൽ ഓഫ് ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ ഗോണ്ട് ആൻഡ് ബൈഗ ട്രൈബിൻ്റെ ഫെസ്റ്റിവലാണ് മഡായി ഫെസ്റ്റിവൽ. ദെൻ വിശ്വകർമ്മ പൂജ എന്ന് പറയുന്നത് വേർഷിപ്പ് ഓഫ് വിശ്വകർമ്മ ബൈ വർക്കേഴ്സ് ആൻഡ് എഞ്ചിനീയർമാരും വർക്കേഴ്സും വിശ്വകർമ്മേനെ വേർഷിപ്പ് ചെയ്യുന്ന പൂജയാണ് വിശ്വകർമ്മ പൂജ. ദെൻ സ്വരാജ് സഭ എന്ന് പറയുന്നത് മിഥില ഇൻ ബീഹാർ ഹാസ് യുണീക് ട്രഡീഷൻ ഓഫ് ഹാവിംഗ് എ മാരേജ് കൺവെൻഷൻ നിയർ മധുബാനി ഇൻ ദ മന്ത് ഓഫ് ജൂൺ. ജൂൺ മാസം ബീഹാറിലെ മിഥിലയിലുള്ള ഒരു യുണീക് ട്രഡീഷനാണ് മാരേജ് കൺവെൻഷൻ നടത്തുന്നത്. അതാണ് സ്വരാജ് സഭ. ഇനി 24th ക്വസ്റ്റ്യൻ. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസ്ഡ് ത്രൂ വാട്ടർ വാട്ട് കൈൻഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഒക്കർ? വെള്ളത്തിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് ടൈപ്പ് റിയാക്ഷനാണ് വെള്ളത്തിൽ നടക്കുന്നത്? ആൻസർ വരുന്നത് ഡീകമ്പോസിഷൻ ആണ്. വെൻ ഇലക്ട്രിസിറ്റി ഈസ് പാസസ് ത്രൂ വാട്ടർ എ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ഒക്കർ, സ്പെസിഫിക്കലി ദ ഇലക്ട്രോളൈസിസ് ഓഫ് വാട്ടർ. എന്താണ് നടക്കുന്നത്? ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ആണ് അവിടെ നടക്കുന്നത്. ദിസ് പ്രോസസ് ബ്രേക്ക് ഡൗൺ വാട്ടർ ഇൻ ടു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. H2O എന്ന് പറയുന്ന വാട്ടറിനെ എന്തായിട്ട് മാറ്റും? H2 ഹൈഡ്രജൻ ആയിട്ടും ഓക്സിജൻ ആയിട്ടും മാറ്റുന്നതാണ് ഇലക്ട്രോളിസിസ്, അതായത് ഡീകമ്പോസിഷൻ. ഇനി 25th ക്വസ്റ്റ്യൻ നോക്കാം, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. വെൻ വാസ് എ മദ്രസ ഓപ്പൺഡ് ഇൻ കൊൽക്കത്ത ടു പ്രൊമോട്ട് ദ സ്റ്റഡി ഓഫ് അറബിക്, പേർഷ്യൻ ആൻഡ് ഇസ്ലാമിക് ലോ? അറബി ഭാഷയും പേർഷ്യൻ ഭാഷയും ഇസ്ലാമിക് ലോയും പഠിക്കാൻ വേണ്ടിയിട്ട് ഏത് കൊല്ലാണ് കൊൽക്കത്തയിൽ മദ്രസ ഓപ്പൺ ചെയ്യുന്നത്? ആൻസർ വരുന്നത് 1781 ദ കൽക്കട്ട മദ്രസ നൗ നോൺ ആസ് ആലിയ മദ്രസ. കൽക്കട്ട മദ്രസ ഇപ്പം അറിയപ്പെടുന്നത് അലിയ മദ്രസ എന്നുള്ള പേരിലാണ്. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊൽക്കത്ത ഇൻ 1781 ബൈ വാറൻ ഹേസ്റ്റിംഗ്. വാറൻ ഹാസ്റ്റിംഗ് ആണ് 1781 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇറ്റ് വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ ആൻഡ് വാസ് ഫൗണ്ടഡ് ടു സ്റ്റഡി ആൻഡ് ടീച്ച് പേർഷ്യൻ ആൻഡ് അറബിക് അലോങ് വിത്ത് മുസ്ലിം ലോ.
ഈ കൽക്കട്ട മദ്രസയാണ് ഫസ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? കൽക്കട്ട മദ്രസ. ഏത് കൊല്ലാണ്? 1781. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഈ ഷിഫ്റ്റിൽ 25 GK ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ഷിഫ്റ്റ് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്.